എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ അങ്ങനെ കാത്തിരുന്ന PM കിസാൻ സമ്മാൻ നിധിയുടെ 19ാമത്തെ ഗഡുവിനം ഡിസംബർ മാസം എത്തും എന്നുള്ളൊരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും സ്റ്റാറ്റസുകൾ എല്ലാം കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ നേരത്തെ EKYCയുടെ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ നിരവധി പേര് EKYC ചെയ്യാനായിട്ട് പോയി അവിടെ ചെയ്യണ്ട എന്നൊക്കെ ഉള്ളത് പറഞ്ഞു. ഞാൻ എല്ലാവരും ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കുക. അവിടെ നിങ്ങൾക്ക് പ്രശ്നങ്ങളുള്ളവർ മാത്രം EKYC കംപ്ലീറ്റ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെ 70 വയസ്സിന് മേൽമുള്ളവർ മരണപ്പെട്ടു പോയിട്ടുണ്ടോ എന്നുള്ളത് അറിയാനായിട്ടാണ് ബയോമെട്രിക് EKYC എന്നൊരു ഓപ്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സംശയങ്ങളുള്ളവരെ എല്ലാം ഈ ഒരു ഇതിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ ഒരിക്കലും OTP വഴി അവർക്കത് EKYC ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം ആ ഒരു OTP ഉപയോഗിച്ച് മറ്റാർക്കും ആ ഒരു EKYC കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് തന്നെയും ബയോമെട്രിക് ആയിട്ട് തന്നെ EKYC കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള നിരവധി ആൾക്കാർക്ക് അത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് വിരലടയാളം വെച്ചുകൊണ്ട് തന്നെ അത് ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ നമുക്ക് PM കിസാൻ സമ്മാൻ നിധിയുടെ ആപ്പ് ഉണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്ത് അത് ലോഗിൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് ഫേസ് സ്കാൻ ചെയ്തുകൊണ്ട് തന്നെ EKYC കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ആപ്പിന്റെ പുതിയ അപ്ഡേഷൻസ് ഒക്കെ അതിനകത്ത് വന്നിരിക്കുകയാണ്. അതിനകത്ത് തന്നെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഇപ്പോൾ ഒരു ആപ്പ് സജ്ജീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം നിങ്ങൾ കറക്റ്റാക്കി എന്തൊക്കെയെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോഴും 18ാമത്തെ ഗഡുവൊന്നും വന്നിട്ടും അറിയാത്തവരുണ്ട്. മെസ്സേജ് നോക്കിയിരിക്കുക. ബാങ്കിന്റെ സെർവർ മിസ്റ്റേക്ക് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് മെസ്സേജുകൾ വരാറില്ല. അതിപ്പോൾ സ്ഥിരം സംഭവമായിട്ട് മാറിയിരിക്കുകയാണ് മെസ്സേജുകൾ. ഇപ്പോൾ ക്ഷേമ പെൻഷന്റെ ആയാലും PM കിസാന്റെ ഒക്കെ ആയാലും ഇത് വന്നിട്ടും അറിയാതിരിക്കും. കാരണം മെസ്സേജ് വന്നില്ല എന്നുള്ളത്. അത് പ്രായമായിട്ടുള്ളവരായിരിക്കും, അവർക്ക് അതിനുള്ള അറിവില്ല. മെസ്സേജ് നോക്കിയിരിക്കുന്നതാണ്. പക്ഷേ നിങ്ങളുടെ ബാലൻസ് ആണ് ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണ്, പിന്നെ PM കിസാൻ സമ്മാൻ നിധി വിതരണം ഉണ്ടാവുന്നതല്ലേ. അപ്പോൾ നിങ്ങളുടെ ബാലൻസ് ആദ്യം ചെക്ക് ചെയ്യുക. അപ്പോൾ ബാലൻസ് ചെക്ക് ചെയ്യാനായിട്ട് തന്നെ ഗൂഗിളിൽ കയറിയിട്ട് നിങ്ങൾ ഏത് ബാങ്കാണോ അതിന്റെ ബാലൻസ് ചെക്ക് ചെയ്യാനുള്ള നമ്പർ ഉണ്ട്. അതിൽ മിസ് കോൾ അടിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ബാലൻസ് മെസ്സേജ് ആയിട്ട് വരുന്നതാണ്. അതൊക്കെ വളരെ എളുപ്പമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. കാരണം വെച്ചാൽ എന്തെങ്കിലും പൈസ വന്നിട്ടും അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പോഴും ഒരു 10 ഗഡുക്കൾ വന്നിട്ടും അറിയാതെ കിടക്കുന്നവരുണ്ട്. കാരണം മറ്റൊരു ബാങ്കിലേക്ക് DBT ചേഞ്ച് ആയിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ തൊട്ടേ പറയുന്നതാണ്. 2022 5ാം മാസം മുതൽ നമുക്ക് DBT ട്രാൻസാക്ഷൻ ആണ് നിലവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു ബാങ്കിലേക്ക് പോയാൽ അറിയാത്ത നിരവധി കർഷകരുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാ കാര്യങ്ങളും കറക്റ്റാക്കി നോക്കുക. നിങ്ങളുടെ DBT ഏതാണ് ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് അതിലേക്കായിരിക്കും ആ ഒരു തുക വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു ബാങ്ക് അക്കൗണ്ട് ഇല്ല എന്ന് നിങ്ങൾ തർക്കിക്കേണ്ട. കാരണം വർഷങ്ങൾക്ക് മുന്നേ നിങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ആ ബാങ്ക് എടുത്തിട്ടുള്ളതാവാം. കാരണം നിങ്ങളുടെ ആധാർ വെച്ച് മറ്റൊരാൾക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ആ ബാങ്ക് ഏതാണെന്ന് കണ്ടുപിടിക്കുക. ആ ബാങ്ക് കണ്ടുപിടിച്ചുകൊണ്ട് തന്നെയും നിങ്ങൾക്ക് ആ ഒരു പേയ്മെന്റ് അവിടെ നിന്ന് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ 19ാമത്തെ ഗഡുവൊന്നും എത്തുന്നു എന്നുള്ള സന്തോഷ വാർത്ത തന്നെയാണ്. ഇനിയിപ്പോൾ അതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്